എന്തേലും പറ. ഞാൻ സായിക്കുട്ടൻ്റെ 15ാമത്തെ ബർത്ത്ഡേ. അപ്പോൾ സായിക്കുട്ടൻ്റെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സായിക്കുട്ടൻ്റെ അമ്മ കുറേ നേരമായിട്ട് ഇന്നലെ തൊട്ട് ഇതിൻ്റെ പുറകെയാണ്. അപ്പോൾ കാണാം. ഹലോ, ഞാൻ ഇന്ന് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ടോപ്പ് ഫോമിലാണ് വന്നേക്കുന്നത്, എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ. ഇത്തവണ എന്താ ഭയങ്കര സിമ്പിൾ ആയിട്ടാണല്ലോ സാറിൻ്റെ ബർത്ത്ഡേ? അത് പ്രായം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഇച്ചിരി സിമ്പിൾ ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് രാവിലെ നമ്മളിങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്ന സമയത്ത് സായി ഇങ്ങനെ അടുത്ത് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ പഴയ വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കി ഗൂഗിൾ ഫോട്ടോസിൽ പോയി. അപ്പം അങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, ഒന്ന് പോമേ ഓപ്പിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആള് ഭയങ്കര ഇങ്ങനെയുള്ള ശബ്ദത്തിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ശരിക്കും അൺബിലീവബിൾ ആലോചിക്കുക. ദാറ്റ്സ് ഹൗ എത്ര പെട്ടെന്നാണ് വലിയൊരു എനിക്കത്ര വലിയൊരു ബോയായിട്ട് മാറി. ഐ എം സോ ഹാപ്പി. This year he is becoming 15 years old. ഇത്തവണ എന്തായിരുന്നു സായിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ്? പ്രാവശ്യം അങ്ങനെ ലൈക്ക് ഈയിടെ ഒരു ഗിറ്റാറൊക്കെ അമ്മ വാങ്ങിച്ചു തന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് അങ്ങനെ ഒന്നും വേണ്ട, അതിൻ്റെ പകരം ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഒരു കിഡ്നി പേഷ്യൻറ്റിന് നമ്മൾ ഇച്ചിരി പൈസ ഡൊണേറ്റ് ചെയ്തു. ചേച്ചി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടതായിരുന്നു. അപ്പോൾ അതെ, നമ്മുടെ നാട്ടിലുള്ള ഒരു കിഡ്നി പേഷ്യൻറ്റ് നമ്മളത് ഡൊണേറ്റ് ചെയ്തു. പെട്ടെന്ന് എൻ്റെ മെമ്മറിയിൽ അവനെക്കുറിച്ച് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ ഇവൻ ധൂം 3 എന്ന് പറയുന്ന സിനിമയായിരുന്നു ഈ 24 മണിക്കൂറും 365 ദിവസം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ സ്കൂളിൽ പ്രീ സ്കൂളിൽ കൊണ്ടുവിടുമല്ലോ. അപ്പോൾ കൊണ്ടുവിട്ട് കഴിയുമ്പോഴത്തേക്കും ടീച്ചർ ചോദിച്ചു എന്താ പേരെന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞു അമീർ ഖാൻ. ആദ്യത്തെ ടീച്ചേഴ്സ് തമാശയായിട്ട് എടുത്തു. പക്ഷേ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ അമീർ ഖാൻ എന്ന് വിളിച്ചാലേ പുള്ളി പ്രസന്റ് ടീച്ചർ പറയുള്ളൂ. ബാക്കി സായി കൃഷ്ണ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വേറെ നാം സായി കൃഷ്ണ നയ്യക്കിത്തിനെ ബാർ തുമക്കോ ബോലാ മേനെ അവർ ചീത്ത പറയാം. എത്ര ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു എൻ്റെ പേര് അമീർ ഖാനാണ്, ഞാൻ സായി കൃഷ്ണ അല്ല. പിന്നെ തന്നെ ടീച്ചർ ഞങ്ങളെ വിളിപ്പിച്ചിട്ട് പ്രത്യേകം പറഞ്ഞു എത്രയും പെട്ടെന്ന് ധൂം 3യുടെ കാസറ്റ് നിങ്ങളുടെ വീട്ടിൽ, കാസറ്റ് അല്ല CD, നിങ്ങളുടെ DVD നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റണം. കാരണം അമീർ ഖാൻ്റെ പ്രേതം കൂടിയിരിക്കുകയാണ് പുള്ളിക്ക്. അപ്പം അതിനുശേഷം പിന്നെ ഞാൻ വളരെ തന്ത്രപരമായി ധൂം 3യുടെ DVD നമ്മുടെ വീട്ടിൽ നിന്ന് അയ്യോ കാണുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ആ പ്രായത്തിൽ നമുക്ക് പറ്റിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അയ്യോ എന്ത് ചെയ്യും എൻ്റെ സായിക്കുട്ടാ എന്ന് വെച്ചാൽ ഒരു വിധത്തിൽ നമുക്കൊരു ഭാഗ്യമായിരുന്നു അത് മാറിയത്. കാരണം 24 മണിക്കൂർ ഞാൻ ഉറങ്ങുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഈ അതിനകത്ത് ഇങ്ങനെ വെടിവെക്കുന്നോ അതും ഇതും ഭയങ്കര ഫൈറ്റൊക്കെ ഉള്ള സിനിമയാണ്. ഇതൊക്കെ എൻ്റെ തലയിൽ കൂടി ഇങ്ങനെ കേൾക്കുമായിരുന്നു. പക്ഷെ അതൊന്നും ഒഴിഞ്ഞ് വന്നപ്പോഴാണ് അങ്ങനെ ഡോറേമോൻ എന്ന് പറഞ്ഞൊരു സാധനം കയറിയത്. പിന്നെ അതായിരുന്നു എന്തൊക്കെയോ ക്യാരക്ടേഴ്സ്. പിന്നെ മോട്ടു പത്ലു, ഇത് ഹിന്ദിയിലുള്ളതാണ് എല്ലാം ഇവ കാണുക. അവിടെ ബോംബെയിലായിരുന്നുകൊണ്ട് എനിക്കപ്പം എൻ്റെ ബ്രെയിൻ ഉറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് അല്ലെങ്കിൽ ക്ലാസിക്കൽ കച്ചേരികളൊക്കെ ആണെങ്കിൽ ആ സമയത്ത് ഉറങ്ങുമ്പോൾ മോട്ടു പത്ലു ഡോറേമോൻ ഈ വക ഐറ്റംസ് ഒക്കെ ആയിരുന്നു. അത് എനിക്ക് സൈക്കോട്ടിനെ കുറിച്ച് ആദ്യം അവരുടെ കാര്യം മനസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ മേരാ നാം തോ അമീർ ഖാൻ ആയി കിത്തനെ മറക്കോ പോലെ അതിനിടെ ടീച്ചറിന് വഴക്ക് പറഞ്ഞു, ടീച്ചറിനെ വഴക്ക് പറയണം. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ടീച്ചറോട് ആ സമയത്തൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്കാരി പുങ്കാരി എന്ന് പറയും. അത് എവിടുന്ന് അവന് കിട്ടിയെന്ന് അറിഞ്ഞുകൂടാ. അഹങ്കാരി എന്നുള്ള വാക്കുമല്ലോ ആരെങ്കിലും പറഞ്ഞു കേട്ടായിരിക്കും. പുങ്കാരി എവിടുന്ന് കിട്ടിയെന്ന് അറിഞ്ഞുകൂടാ. അപ്പം എപ്പോഴും ദേഷ്യം വന്നു കഴിയുമ്പോൾ അങ്കായി പുങ്കായി എന്ന് പറയും. അപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ അറിയില്ല ഇങ്ങനെ പറയുന്നു, അങ്കായി പുങ്കായി സംതിങ് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മോശമാണല്ലോ ഇവൻ ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ വളരെ സ്നേഹം കൂടി കഴിയുമ്പോൾ അവൻ അങ്ങനെയാണ് മിസ് ആൾക്കാരെ അങ്കായി പുങ്കായി എന്ന് വിളിക്കും എന്ന് പറയാൻ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ അതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ. പിന്നെ ഫുൾ ടൈം പഴം കഴിക്കില്ല, പഴം ലവറായിരുന്നു 24 മണിക്കൂർ. അപ്പോൾ ആ സമയത്ത് മലയാളം സംസാരിക്കുമ്പോൾ ഹിന്ദി വാക്കുകൾ ചേർത്തിട്ടാണ് കൈ സംസാരിക്കുക. അപ്പോൾ എപ്പോഴും രാവിലെ എന്നിട്ട് ഉണ്ടല്ലോ തൊട്ട് നമ്മൾ കുട്ടികൾ പാല് കാണുന്ന അറിയില്ല, അതിന് പകരം അങ്ങനെ പഴം ചായേ എന്നൊക്കെ പറഞ്ഞിട്ട്
ദോശ ദോശ. അയ്യോ ദോശ, നമ്മള് കുട്ടികൾക്കൊക്കെ ബർഗർ വേണം, പിസ്സ വേണം, അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഇവന് വീട്ടിൽ തന്നെ പയ്യത് ഇവന്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ഒന്നും ഉണ്ടാക്കി കൊടുക്കൂല അതൊക്കെ, അതുകൊണ്ട് ഇനിയിപ്പോ അതും എനിക്ക് പറയാൻ പറ്റും. അല്ല 3 വയസ്സ് വരെ ഉണ്ടാക്കുമായിരുന്നു. ആ അതെ അതെ, 3 വയസ്സിലുണ്ടാക്കുന്ന എനിക്ക് ഓർമ്മയില്ല അമ്മാന്ന് തന്നെ. അപ്പൊ ശരി, ആ കാലഘട്ടത്തിനകത്തേക്കെങ്കിലും ഇതിനെ നിങ്ങൾ ഉൾപ്പെടുത്തി കേൾക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ദോശയ്ക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഫുൾ ടൈം ദോശയാണ് ഇഷ്ടം. അപ്പൊ എവിടെ പോയാലും നമുക്ക് പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊന്നും അങ്ങനെ വലിയ സ്വീകാര്യമായിരുന്നില്ല. അപ്പൊ നമ്മൾ എവിടെ പോകുമ്പോഴും ദോശ ഉണ്ടാക്കി പല പല പാത്രങ്ങളിലായിട്ട് ഞാൻ അങ്ങനെ ക്യാരി ചെയ്യുമായിരുന്നു. നെക്സ്റ്റ് ഒരു 15 years ആയിട്ടുള്ള ഒരു ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ ഉണ്ടാവും. അപ്പൊ സായി എവിടെ എത്തിയിട്ടുണ്ടാവും? എൻ്റെ അംബിഷൻ എന്ന് വെച്ചാൽ ആക്ടർ ആവണമെന്നാണ്. ഇപ്പോൾ ഒരു 30 years ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു നല്ല നിലയിൽ ആക്ടറായിട്ട് ഇങ്ങനെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. കഴിഞ്ഞ ബർത്ത്ഡേ വെച്ച് നോക്കുമ്പോ ഇത്തവണ ഭയങ്കര മെലിഞ്ഞൊരു സായിനെ കാണുന്നത്, ഭയങ്കര ലുക്ക് ചേഞ്ചാ. അത് ബേസിക്കലി ബോക്സിങ് ചെയ്ത് ഞാൻ ഒരു വർഷമായി, ഇപ്പോൾ കറക്റ്റ് 1 വർഷമായിട്ട് ഞാൻ ബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അങ്ങനെയാണ് എൻ്റെ ടോപ്ഫോമിന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു ഗോ ടു പ്ലേസ് ആയിരുന്നു. ഫുഡ് എപ്പോഴും നമ്മൾ ഓർഡർ ചെയ്യും. ഇവിടുത്തെ ബിരിയാണി, ഇവിടുത്തെ തേങ്ങാപ്പത്തൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു പ്രാവശ്യം വളരെ അവിചാരിതമായിട്ട് ഇവിടെ നമ്മൾ മാതയ്ക്ക് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് ഒരു ദിവസം രാത്രിയിലാണ് ഇവിടെ കഴിക്കാൻ വരുന്നത്. അന്ന് സായിയാണ് ഇവിടെ സജസ്റ്റ് ചെയ്തത് നമുക്ക് ഇവിടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു തെറ്റൊക്കെ പറ്റി ആദ്യം പോയ വഴിക്ക്. പക്ഷെ പിന്നെ നമ്മൾ ഇവിടെ തന്നെ കറക്റ്റായിട്ട് എത്തി. അന്നത്തെ നമ്മളുടെ എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം എപ്പോഴും ടോപ്ഫോമിൽ വീട്ടിലേക്ക് ഫുഡ് ഓർഡർ ചെയ്യും. സായിയോട് ഇപ്രാവശ്യം ബർത്ത്ഡേയുടെ കാര്യം തന്നെ ആദ്യം പറഞ്ഞത് നമുക്ക് ഇവിടേക്ക് വരാമെന്ന്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരു പക്ഷേ ഇഷ്ടമായിരിക്കും. എന്തായാലും ഒരു ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ബർത്ത്ഡേ ഡിന്നർ സായിക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ടോപ്ഫോം പ്രിപ്പയർ ചെയ്ത് തന്നു. താങ്ക് യു സോ മച്ച്.